മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നത്തെ ഈ വലിയ ദിവസത്തിന്റെ ആശംസകൾ നേരുകയാണ്. അത് നല്ല വെള്ളിയാണ്, ദുഃഖവെള്ളിയല്ല എന്ന് നമുക്കറിയാം. അതേ, ഈ ദുഃഖവെള്ളിയുടെ സന്ദേശമായി നാം ഇന്ന് സ്വീകരിക്കുന്നത് 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 Thessalonians chapter 5 verse 10. ഉറക്കത്തിലും ഉണർവിലും നാം അവനോട് ഒന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ സ്വന്തമായി മാറുക, അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ദൗത്യം. എന്നെ ഈശോ തന്റെ സ്വന്തമായി തിരിച്ചറിയുമോ? കുരിശിന്റെ താഴെ 3 ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. ഒന്ന്, ഈശോയെ ജീവന് തുല്യം സ്നേഹിച്ചവർ. വിരലെണ്ണാനേ ഉള്ളൂ, എങ്കിലും പരിശുദ്ധ അമ്മ, യോഹന്നാൻ, മഗ്ദലേന മറിയം, യോസേഫ് പിതാവിന്റെ സഹോദര ഭാര്യയായിരുന്ന മേരി, യോഹന്നാൻ യാക്കോബിന്റെ അമ്മ, ഇവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് അവിടെയുണ്ട്, നിസ്സംഗതക്കാരാണ്. എന്തു വന്നാലും തിരക്കേടില്ല എന്ന മനോഭാവത്തോടെ പറഞ്ഞ് ഇടയ്ക്കട്ടെ പോയി നിന്നേക്കാം എന്ന മട്ടിൽ നിസ്സംഗതയോടെ നിന്ന വ്യക്തികളുണ്ട്. മൂന്നാമത്തത് എതിർപക്ഷക്കാരാണ്. അവര് ഉള്ളു നിറച്ച് ഈ മനുഷ്യന്റെ കുറ്റങ്ങൾ പറയാനേ അവർക്കുള്ളൂ. അതാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങിവാടാ എന്ന് വെല്ലുവിളിക്കുവാൻ പരിശ്രമിച്ച ഗ്രൂപ്പ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഞാൻ ഇതിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഈശോയുടെ സ്വന്തമാണോ, അതോ നിസ്സംഗതയിൽ ഈ ഓരോ ദുഃഖവെള്ളിയും വരും, അതിങ്ങനെ കടന്നു പോവും, അതെല്ലാ വർഷവും ഉള്ളതാണ്, അങ്ങനെയാണോ? അതോ തീർച്ചയായിട്ടും ഞാൻ ഈശോയ്ക്കെതിരായി നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈശോ ഇന്ന് കുരിശിൽ കിടന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നു, മോനെ, മോളെ, നിനക്ക് ഞാൻ ആരാ? അതിനുത്തരം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതേ, കർത്താവിനൊന്നേ പറയാനുള്ളൂ, ഞാൻ ജീവിച്ച സ്നേഹം നിങ്ങളും ജീവിക്കണം. ഞാൻ നിങ്ങൾക്കൊരു കൽപ്പനയെ തരാനുള്ളൂ, അത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്നതാണ്. അത് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വന്തമായി മാറുകയാണ്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.